കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ചിലവർക്ക് ആൾക്കാർ കേൾക്കുമ്പോ ചുമ്മാ ആൾക്കാർ പറയുന്നതാന്ന് പറയും. പക്ഷെ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് കൊടുക്കുന്നത് തന്നെ തിരിച്ചു കൊല്ലത്തും കിട്ടും. അത് തന്നെയാണ് സംഭവം. ഇപ്പം മറ്റേ പുള്ളിക്കാരി അപ്പോ എന്താ പറഞ്ഞു, ഇപ്പൊ ഡിവോഴ്സിന് പോകുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ആ പുള്ളിക്കാരെ നശിപ്പിക്കുന്നത്. ഇനി എത്ര പേര് കാണും, ഇനി എത്ര പേര് വരും എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പം ഒരു കമന്റ് ഞാൻ കണ്ടാണ്, എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ പൊട്ടികളാണോ, ഇവരെന്താണ് ഒരു ആണിന്റെ സ്വഭാവം ആദ്യമേ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ല ഇപ്പൊ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി. ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടാണോ അവര് നമ്മളോട് കല്യാണം കഴിക്കുന്നതും ആദ്യത്തെ കുറെ നാൾ നമ്മളോട് നിൽക്കുന്നത്? ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറട്ടെ, എന്റെ അടുത്തപ്പോ ഞാൻ പേരില്ലേ, അതായത് എക്സാമ്പിൾ പറഞ്ഞതാ, ഞങ്ങൾ റിലേഷനായി കുറച്ച് കഴിയുമ്പോഴായിരിക്കും എന്റെ സ്വഭാവം എന്താണെന്നും പുള്ളിയുടെ സ്വഭാവം എന്താണെന്നും ഞാൻ അറിയുന്നത്. എങ്ങനെയുണ്ട് മാങ്ങ അണ്ടിയോടെ അടുക്കുമ്പോ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറയില്ലേ? അതെല്ലാ കാര്യത്തിലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അങ്ങനെ ഞാൻ അറിഞ്ഞു തുടങ്ങി. അത്ര പുളിയില്ല, അതുകൊണ്ടാണ് എന്നെ വിളിച്ചോണ്ടിരിക്കണത് അല്ലേ. ഒത്തിരി പുളി കൊണ്ട് ഇട്ടിട്ട് പോയാൽ ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി, മനസ്സിലായി. അതായത് ഒരുപാട് പേര് ചോദിച്ചു, ശരിയാണ് ഏഞ്ചല് ചോദിച്ചു, എങ്ങനെ ഇത്ര പൊട്ടന്മാർക്ക് കറക്റ്റായിട്ട് പെണ്ണുങ്ങൾ വീഴുന്നു? നിന്റെ കേസല്ല, നീ ഇതിലില്ല. അങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പെൺപിള്ളേർ ആ ഒരു ഫോട്ടോയുടെ അടിയിൽ വന്നത്. ഇപ്പൊ നമ്മളൊരാളെ കല്യാണം കഴിച്ച് കുറച്ചാൾ ജീവിച്ച് കഴിയുമ്പോഴാണ് അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയുന്നത്. ചിലപ്പോൾ അവൻ മോശമായിരിക്കത്തില്ല, അവന്റെ തള്ളയോ തന്തയോ ഒക്കെ ആയിരിക്കും. അത് എന്റെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. എന്റെ അവിടുത്തെ ഏറ്റവും വലിയൊരു എന്റെ പൂതന എന്ന് പറഞ്ഞ എന്റെ അമ്മായിയമ്മയായിരുന്നു. അമ്മായിയമ്മ ഇന്റർവ്യൂ കാണണോ? അവര് തുമ്മി ഇരിക്കുമായിരിക്കും. ഇൻസ്റ്റാഗ്രാം റീൽസ് ഇട്ട് തുടർന്ന് അന്ന് തൊട്ട് അവര് തുമ്മാൻ തുടങ്ങിയത്, ഇതുവരെയ്ക്കും നിർത്തിയിട്ടില്ല. അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡായിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പോലും പറയാം, എനിക്ക് അങ്ങനെ ഒരു ശത്രുത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കേസ് മാത്രമേ ഉള്ളൂ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടും ഉണ്ട്. പക്ഷേ അവിടെ പറ്റിപ്പോയത് അമ്മയുടെ വാക്ക്. അമ്മ വേണം, പക്ഷേ നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനെ കൊച്ചിനെ നോക്കണ്ടേ. ഇത് അമ്മയാണ്. ഒരു വീട്ടില് 3 മരുമക്കൾ ഒളിച്ചോടിയെങ്കിൽ ആരുടെ കുഴപ്പം കൊണ്ടായിരിക്കും? 3 മരുമക്കൾക്ക് അവിഹിതം ഉള്ളത് കൊണ്ടായിരിക്കുമോ? ആണോ? പറയൂ. ഇത് ഇന്റർവ്യൂ ആണ്, ഡിബേറ്റ് അല്ല. അല്ലല്ല, നോർമലി പറയുന്നത് ഇപ്പോഴും വരാറുണ്ട് കമന്റ്സ് ഫേക്ക് ചെയ്യുന്ന, രണ്ടാമത്തൊക്കെ അഹിതം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഒരു വീട്ടിൽ 3 ഏത് കുടുംബത്തിലാണ് 2 ആൺമക്കൾക്ക് വീതം 2 ഭാര്യമാർ വീതം വരുന്നത്? അല്ലെ, അപ്പൊ ആ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. വരുന്ന പെൺപിള്ളേർക്ക് ആയിരിക്കത്തില്ല, ആ വീട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരിക്കും. ആ ഒരു കുഴപ്പമാണ് ഞങ്ങളുടെ അമ്മായിമ്മയുടെ ഫാദറിനോടെ കേസ് പറയുകയാണെങ്കിൽ അമ്മ എന്ത് പറയണോ അതിങ്ങനെ പാവടെ പിടിച്ച് നടക്കുന്ന ഒരു അമ്മായിപ്പൻ തന്നെയാണ്. എനിക്ക് പറയുന്ന ഒരു മടിയില്ല. കാരണം ഞങ്ങൾ 3 മരുമക്കൾ സെയിം കാര്യം പറയുന്നത്. ഇതൊക്കെ അമ്മ കാണും. ചേട്ടന്റെ അമ്മയെ കാണാറുണ്ട്. അയ്യോ അമ്മ പാവം. അയ്യോ ആ അമ്മേനൊക്കെ നേരത്തെ കിട്ടിയുണ്ടല്ലോ. ഇതിനൊക്കെ നേരത്തെ പരിചയപ്പെട്ടെങ്കിൽ അതിന്റെ അടുത്തൊന്നും പോയി എന്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഇതാകത്തില്ലായിരുന്നു. ചേട്ടൻ എങ്ങനെയുണ്ട്? ഇപ്പം ചേച്ചി ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആശ്വസിപ്പിക്കാറൊക്കെ ഉണ്ടോ? ഞാൻ അതുപോലത്തെ ഒരാളല്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച പോലും ചെയ്യാറില്ല. പാസ്റ്റിന്റെ കാര്യം ഒന്നും ചേട്ടൻ സംസാരിച്ചു പറയുമോ? ഒരാളൊന്ന് തെറി വിളിച്ചു, കമന്റ് ഇട്ടു, അത് പറയും. അങ്ങനെയൊക്കെ ഞാൻ പറയാ, അതവിടെ കിടന്നോട്ടെ, അല്ലെ ബ്ലോക്ക് ചെയ്യും, ഡിലീറ്റ് ചെയ്തേക്ക്. ചേച്ചി പറഞ്ഞല്ലോ ഈ ചേട്ടനെ നേരത്തെ കണ്ടിരുന്നെങ്കിലും. അപ്പൊ ചിലവ് അങ്ങനെയാണ്, ഒരു കാര്യം പോകുമ്പോ നല്ല കാര്യം നമുക്ക് പിന്നെ ഒരു ടൈം എടുക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ ചിലർ വെയിറ്റ് ചെയ്യണം, നമ്മളൊന്നും ചാടിക്കേറൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറയും. വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ലത് വരും, അങ്ങനത്തെ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാവർക്കും. ഇപ്പൊ എന്റെ എക്സ് ഹസ്ബൻഡ് പ്രസന്റ് വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരുടെ സെക്കൻഡ് മാരേജാ. അപ്പൊ എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം ചേർത്ത് നിർത്താൻ കാരണം പുള്ളിക്കാരി ഇപ്പൊ എന്റെ സെക്കൻഡ് മാരേജിനെ പറ്റിയെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും രണ്ടാമതൊരു മാരേജില് ഞാൻ സെക്കൻഡ് മാരേജ് ആയിരുന്നു. അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും ചെല്ലുന്നത്. അപ്പൊ സെക്കൻഡ് മാരേജ് തകരുമ്പോ നമുക്കത് ഒരിക്കലും വിശ്വാസമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് പ്രഗ്നന്റ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ടൈം, ഈ ഒരു ടൈം നമുക്ക് വേണ്ട ഒരു കെയറും കാര്യങ്ങളും ഉണ്ട്. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു മൂഡ് സ്വിങ്സ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പക്ഷേ കാര്യമുണ്ട്, കൂടെ ഉണ്ടായിട്ട് വലിയ ഗുണമൊന്നുമില്ല. എനിക്കും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു കൂടെ ഉണ്ടായിട്ട്, മനസ്സിലായോ? അതിലെ കാര്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഹസ്ബൻഡ്സ് ഉള്ളവർക്ക് പോലും പ്രസൻസ് കിട്ടാറില്ല, മനസ്സിലായോ? ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.